ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിങ്ങനെ പോകുന്നത് എങ്ങടാന്നല്ലേ, നമ്മൾ എന്താ പറയുക, പാലക്കാട് പോവാണ്. പാലക്കാട് കോങ്ങാട്. അതായത് ഇവിടെ എനിക്കൊരു ഒരു എന്താ പറയുക, സമ്മാനം വാങ്ങിക്കാനുണ്ട് സംസ്കൃതത്തിൻ്റെ. അപ്പം അതിന് ഞാനും ഫ്രണ്ട്സും അമ്മയും എല്ലാം ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ഞങ്ങളൊരു ട്രാവലർ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ട്രാവലർ വിളിച്ചിട്ടുണ്ട്, ഇറക്കി. ഇതെൻ്റെ ഫ്രണ്ട് പ്രിയ, ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീകുട്ടി. ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. പ്രിയനെ ടീച്ചറിനാണ് വിളിക്കുക. അവർക്കൊരു അനിയത്തി പ്രിയ ഉണ്ട്. അവളെ കൊല്ലി വേണ്ട വിളിക്കുക. കാരണം ഇരുന്ന് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അത് പണ്ടത്തെ മറ്റേ ഓൾ സോങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് 90s പാട്ടൊക്കെ. ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല, കാരണം അമ്മമാര് ശരിയായിരുന്നു. ഇപ്പൊ ഏതോ ഒരു ഗാണ്ടയിൽ എത്തിയിട്ടുണ്ട്. 2 കേസ് അവിടെ ഒരു പട്ടാമ്പി പാലം പൊട്ടിക്കിടക്കുന്നത് കാണിക്കാൻ ഫോൺ എടുത്തപ്പോൾ കാരണം ഇതാണ് കേസ്. ഇതല്ല, ഇത് വേറെന്താ സംഭവമാണ്. എന്താ ചളിയൊക്കെ ഇതാണ് കേട്ടോ. നമ്മുടെ പ്ലേസ് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിട്ട് സ്വാമി സംസ്കൃതത്തിൻ്റെ ഗുരു സമ്മാനക്കാരനിട്ട് വന്ന് പിന്നെ വണ്ടിയിലിരുന്ന് ക്രീം ബിസ്ക്കറ്റൊക്കെ മുൻപ് ബിരിയാണെങ്കിൽ അവിടെ ക്യാമറയിൽ എന്ത് കാണിക്കണം എന്നറിയാതെ എക്സ്പ്രഷൻ ഇടുന്നു. ശ്രീകുട്ടിക്കാണെങ്കിൽ വലിയ ഭാഷയില്ല. അങ്ങനെ പിന്നെ ഞാനാണ് ഇതിൽ എക്സ്പ്രഷൻസൊക്കെ വായിക്കൊണ്ടിട്ട് ചളവാക്കുന്നത്. കാരണം ബാക്കിയുള്ള ഇടത്തിന് അധികം അറിയത്തില്ലല്ലോ, എക്സ്പീരിയൻസ് ഉള്ളത് എനിക്കാണ്. അപ്പോൾ ഞാൻ ട്രാവലറിൽ ബാക്കിൽ അവിടെ ചേച്ചിമാർ ഞങ്ങൾ സീനിയേഴ്സാണ്. ഞങ്ങളുടെ സ്കൂളിൽ 7ാം ക്ലാസ് വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ 7ാം ക്ലാസ്സിലാണ്, സീനിയേഴ്സാണ്. ഇതിൻ്റെ കളിച്ചുകൊണ്ട് ഇപ്പോൾ ശ്രീകുട്ടി അവിടെ ഇരുന്ന് ഡാൻസിൻ്റെ ഒക്കെ ഇടുന്നുണ്ട്. എനിക്ക് ചിരി വന്നു. ഞാനാണെങ്കിൽ അത് ഇതൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ചെയ്യണ കണ്ടിട്ട് തന്നെ എനിക്ക് ചിരി വരാറുണ്ട്. ഓളമായിരുന്നു ഗൈസ്. പിന്നെ തുള്ളലൊക്കെ ആയിരുന്നു. തുള്ളലൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫോണിൽ എന്താ പറയുക, ഇത് ഓണാവുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്താ 3 ക്രീം ബിസ്ക്കറ്റും കിട്ടി. ഇന്ന് ശരിയാണ് ഗൈസ്. എന്താ ഇങ്ങനെയൊക്കെയാണ് പെറുക്കി തിന്നെ. ഇനി അടുത്ത ആൾ പിന്നെ സത്യം പറഞ്ഞാൽ ഓളത്തോടോളാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ക്രീമില്ലാത്ത ബിസ്ക്കറ്റ് ആദ്യം തിന്നു. ഇവിടുത്തെ മെയിൻ പരിപാടി എന്താണെന്ന് പറയുക, ഇതിൽ പെട്ടെന്ന് തിന്നു. ഞാൻ പതുക്കുന്നു ക്രീമൊക്കെ നശിച്ചു. അപ്പം ഞാൻ വാലിക്കിടുമ്പോൾ ഇതിൽ വന്നിട്ട് വായുടെ ഒന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ ഞാൻ നശിച്ചിട്ട് കണ്ടോ ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. അമ്മാതിരി സംഭവമാണ്. എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് തന്നു ശ്രീകുട്ടിയൊക്കെ ഇങ്ങനെ വൈബടിക്കാത്ത ആളാണ്. എന്താണാവോ, അല്ല എൻ്റെ കൂടെ കൂടി പിന്നെ ആളെ വൈബടിക്കും. ഇനി ഞങ്ങളുടെ കുറച്ച് കോപ്രായങ്ങൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാനിത് വീഡിയോ ക്ലിപ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് കോപ്രായങ്ങളൊക്കെ കാണാം. കണ്ടോളൂ. ഫസ്റ്റ് നമ്പർ 1 ഓൺ ദ സ്ക്രീൻ. ഞാനതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. യാതൊരു സ്വൈരവുമില്ല. പിന്നെ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് സൈഡായി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ട്രാവലറിനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു
കാണിക്കണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ട്രാവലർ. അപ്പോൾ ഞങ്ങൾ മൂന്നെണ്ണം ഇരുന്ന് വീഡിയോ എടുപ്പാണ് പണി. കണ്ട ഗൈസ്. പിന്നെ ഒരു ഉഴുന്നുവടയൊക്കെ കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ പാലം. അപ്പുറത്തെ സൈഡും ഉണ്ട്. അടിപൊളിയായിരുന്നു പാലം കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഉണ്ടാവും പൊട്ടിക്കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചത്. ഇപ്പോൾ ഞങ്ങൾ സമ്മാനമൊക്കെ കാണിച്ച് പോകും. അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞില്ല. നല്ല ഓളമായിരുന്നു മൊത്തത്തിൽ. ഞാൻ ഒരു ടോപ്പും ഒരു ബാഗി പാൻറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നെണ്ണം അത് ഞാൻ എല്ലാവരുടെ ഡ്രസ്സിലും ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിൽ കവർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ അവിടെയും ഇവിടെയൊക്കെ എഴുന്നേക്ക് ഒരു വൈറ്റ് ഉണ്ട്. കണ്ട കേസ് ഞങ്ങളിങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മൈൻഡാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയമുണ്ടാവും. ഞങ്ങളുടെ ഏകദേശം സ്ഥലമൊക്കെ എത്താറായിട്ടുണ്ട്. കണ്ട എളാപ്പാൻ്റെ തട്ടുകടയെത്തി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ട്രാവലറിന് അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ സ്റ്റോപ്പ്. എന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ ഇതിപ്പോൾ രാത്രിയിലെ ബ്രോസ്റ്റഡ് ചിക്കനായിരുന്നു. അടിപൊളിയായിരുന്നു ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ. അങ്ങനെ പിന്നെ അതും പ്ലേറ്റിലാക്കിയിട്ട് തിന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ബൈ. ഇതിൽ വല്ലാതെ എഡിറ്റിങ്സ് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.